നമ്മളെല്ലാവരും തന്നെ നേരിടുന്ന ഒരു വലിയ പ്രധാന പ്രശ്നമാണ് ഫോൺ സ്റ്റോറേജ്. ഇനി എത്ര തന്നെ വലിയ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞാലും 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പലരുടെയും ഫോൺ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കാൻ തുടത്തും. ഇങ്ങനെ വരുമ്പോൾ പലരും ചെയ്യാറ് അവരുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് ടിപ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ കംപ്രഷൻ യൂസ് ചെയ്യുക എന്നാണ്. ഈ കംപ്രഷൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനിന്ന് ചുരുക്കി പറയാം. നമ്മുടെ ഫോണിൽ ഒരുപാട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിനെ ഫയലിന്റെ സൈസിനെ നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു സിനിമയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിയേറ്ററിലേക്ക് വരുന്ന സിനിമ 100 GB മുകളിലൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളുടെ ഫോണിലേക്ക് എത്തുമ്പോൾ വെറും 400-500 MB ഒക്കെ കാണിക്കും. 2.5 മണിക്കൂർ സിനിമ 500 MB നമുക്ക് നല്ല ക്ലാരിറ്റി അധികം നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ വീഡിയോസ്, ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ 1080p ആകും. സോ അതിന് വളരെ സൈസ് കൂടുതലാണ്. നിങ്ങൾ 5 മിനിറ്റ് വീഡിയോ 200-300 MB ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഫോട്ടോസ് 4-5 MB ഒക്കെ ഉണ്ടാകും. പുതിയ ലേറ്റസ്റ്റ് ഫോൺസിലൊക്കെ 60-42 MB ഒക്കെയാണ് ക്യാമറയുടെ റെസൊല്യൂഷൻ വരുന്നത്. അപ്പോൾ കംപ്രഷൻ യൂസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്പെടും. സോ കംപ്രഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മാത്രം യൂസ് ചെയ്യുക. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ സെലക്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ 23 MB ഉള്ള ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഷൂട്ട് ചെയ്താണ്. സോ ഇത് ഞാൻ കംപ്രസ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ലോസ് ആവാതെ അത് 9 MB ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കൺവേർട്ട് മാത്രം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കൺവേർട്ടായി വന്നിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. സോ വലിയ ക്വാളിറ്റി വ്യത്യാസം ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് കംപ്രസ്സായി വന്നിട്ടുണ്ട്. ടോട്ടൽ 23 MB ഉള്ളത് 9 MB ആയി ചുരുങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വലിയ ക്വാളിറ്റി ലോസ് ഒന്നും തന്നെ ഉണ്ടാകില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് 2-3 GB വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ക്യാച്ച് ക്ലീനിങ് ആപ്ലിക്കേഷൻ. ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ ഉള്ള ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ കുറച്ച് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പിന്നീട് ഈ ഡാറ്റാസ് എല്ലാം പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യുന്നതിലൂടെയാണ്. എന്നാൽ ഈ ക്യാച്ച് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് എപ്പോൾ വേണമെങ്കിലും അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ഒരുപാടധികം ഡാറ്റാസ് തന്നെ ലഭിക്കും. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 862 MB ഇപ്പോൾ സ്പേസ് ലഭിച്ചു. അപ്പോൾ ഓരോ തവണ ചെയ്യുമ്പോഴും ഇത് മാറി മറിഞ്ഞിരിക്കും. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ യൂസേജും അതുപോലെ ഇവ യൂസ് ചെയ്യുന്ന ഡാറ്റാസ് എല്ലാം പലപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. കാരണം ഇവിടെ വരാനുള്ള കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൽ ഏത് തരം ഫോട്ടോസ് എടുത്താലും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കിയെടുക്കും. സോ അത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ദെൻ അവിടെ നിങ്ങൾക്ക് സെറ്റിങ്സിൽ പോയിട്ട് അവിടെ ഷോ ഹൈഡൻ ഫയൽസ്, സോ അത് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുക്കുക. ദെൻ നിങ്ങൾ ബാക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ DCIM എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. അവിടെ .thumbnails, സോ ഇത് ജസ്റ്റ് മാർക്ക് ചെയ്യുക. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 322 ഫയൽസ്. സോ എൻ്റെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസിൻ്റെയും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഈ തംബ്നെയിലിൽ പോയി കിടക്കും. സോ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക ആൻഡ് ഡിലീറ്റ് ചെയ്യുക. സോ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു 500 MB വരെ ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന 3 ടിപ്പുകൾ നിങ്ങൾ മറക്കാതെ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിന്റെ പ്രോബ്ലം പരമാവധി ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ ഫോണിന്റെ സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിന്റെ ലാഗ്, അതായത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകുന്ന ഹാങ്ങുകൾ കാര്യങ്ങളും എല്ലാം
കുറഞ്ഞു കിട്ടും. കാരണം നമ്മുടെ ഫോൺ സ്റ്റോറേജിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. സോ അതൊക്കെ ഒന്ന് സ്പീഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായിട്ട് കിടക്കാൻ പാടില്ല. പലരുടെയും ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ തന്നെ കഴിയില്ല, വാട്സപ്പ് പോലും തുറക്കാൻ കഴിയില്ല, പലരുടെയും ഹാങ് ആയിട്ട് കിടക്കും. സോ ഇതിനെല്ലാം കാരണം നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.